പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റീന സാബു നിലമ്പൂർ എന്ന് പറഞ്ഞ വേറൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടായിരുന്ന സാക്ഷിയാണ്. അപ്പോൾ അവർ പറയണത്, ഞാൻ എൻ്റെ നിയോഗങ്ങളെ ഇങ്ങനെ എപ്പോഴും നിയോഗങ്ങൾ നിറവേറിയോ എന്നല്ല നോക്കണത്, ഞാൻ നിബന്ധനകൾ നിറവേറിയോ എന്നാണ് ഞാൻ ഈച്ചൻ്റെ ഒരു നിബന്ധനകൾ എടുത്തിട്ട് നോക്കും. നിബന്ധനകൾ നിറവേറുക. അപ്പോൾ ഓരോരുത്തരുടെ സമീപനം കണ്ടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കുന്നത്, ഇപ്പം നിങ്ങളും തന്നെയാണെങ്കിലും നിങ്ങൾ ചിലർ പകുതി മുക്കാൽ ആൾക്കാരും ചെയ്യണത് നിയോഗങ്ങൾ നിറവേറിയോ, ഓഫർ ലെറ്റർ വന്നോ, അല്ലെങ്കിൽ ജപ്തി നടപടി മാറാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം ഉണ്ടായോ, അതേ വസ്തു വിൽക്കാൻ വേണ്ടി ആൾക്കാർ വന്നോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ നിയോഗങ്ങളുടെ സിംറ്റംസാണ് നോക്കണത്. വീട്ടിൽ ചെന്നിട്ട് നിയോഗങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് നോക്കണത്. പക്ഷേ ഈ റീന സാബു നിലമ്പൂർ അവരുടെ അപ്രോച്ച് വേറെയാണ്. അവർ പറയണത്, ഞാൻ നോക്കുന്നത് നിബന്ധനകൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്ത് നോക്കുമെന്ന്. എൻ്റെ നിബന്ധനകൾ ഞാൻ 1 by 1 ആയിട്ട് ഞാൻ ദൈവത്തോട് ചെയ്ത നിബന്ധനകളില്ലേ, അതെല്ലാം ഞാൻ ആക്യുറേറ്റായിട്ടാണ്, അതായത് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ടാണ് അങ്ങനെ ഫോളോ ചെയ്യണത് എന്ന് നോക്കും. അപ്പോൾ അതൊരു സമീപനമാണ്. എന്താണത്? അത് ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമീപനമാണ്. നിയോഗങ്ങൾ നിറവേറിയോ എന്ന് നോക്കുന്നത് എന്താണ്? നമ്മൾക്ക് ഇപ്പോൾ അമ്മ മകനെ വിളിച്ച് ചോദിക്കും, എപ്പോഴും അമ്മ മകനെ വിളിച്ച് ചോദിക്കും, മകനെ അത് ചെയ്യാതെ വിസ പ്രോസസ്സിങ് കഴിഞ്ഞതിൻ്റെ വിസ പുതുക്കി കിട്ടിയ, എന്തെങ്കിലും കത്ത് വന്നാൽ, എന്തെങ്കിലും മെസ്സേജ് വന്നാൽ നീ നോക്കണേ, ഞാൻ നോക്കണുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും അമ്മ വിസ പുതുക്കി കിട്ടിയാന്ന് മകനോട് വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. അതിന് നിയോഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, നിയോഗങ്ങൾക്ക്. പക്ഷേ ഇതിന് ഭയങ്കര സ്ലോ ആയിരിക്കും കാര്യം. പക്ഷേ റീന സാബു നിലമ്പൂർ എന്താ പറയണത്? ഞാൻ നിബന്ധനകളെ ടിക്കറ്റ് നോക്കും. ഞാനെപ്പോഴും നിബന്ധനകൾ വെച്ചാൽ ഞാൻ ദൈവത്തോട് ചെയ്ത നിബന്ധനകൾ ഞാൻ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുമെന്ന്. അത് കുറച്ചുകൂടി സെക്യൂർ ആയിട്ടുള്ള വഴിയാണ്. എന്താ കാര്യം? അവിടെ പ്രാധാന്യം ദൈവത്തിനാണ്. ഒരു പ്രോജക്റ്റ് പ്രൈസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മുൻഗണന എപ്പോഴും ദൈവത്തിനായിരിക്കണം. ഈശോയുടെ പ്രാർത്ഥന കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ട എന്താണ്? പിതാവ്, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. പക്ഷേ എന്താ പ്രശ്നം? ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞത്, ഈ യാചനാ പ്രാർത്ഥനയുടെ ഫെയ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് അത് പോകുന്നത്, ലാൻഡ് ചെയ്യേണ്ടത്? പല യാചനാ പ്രാർത്ഥനകളും ലാൻഡ് ചെയ്യേണ്ടത് സമർപ്പണ പ്രാർത്ഥനയിലാണ്. അതുകൊണ്ട് യാചനാ പ്രാർത്ഥന നിങ്ങൾ നടത്തുമ്പോൾ തന്നെ സമർപ്പണ പ്രാർത്ഥന കണ്ടൻറ്റ് അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമായി ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റമായിരിക്കണം. കർത്താവിൻ്റെ യാചനാ പ്രാർത്ഥനയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ യാചനാ പ്രാർത്ഥനയുടെ അകത്ത് തന്നെ സമർപ്പണ പ്രാർത്ഥന ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റമാണ്. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായി. ആ സിസ്റ്റത്തിനകത്ത് തന്നെ ഒരു ഘടനയായിട്ടാണ് വിടണത്. അല്ലാതെ യാചനാ പ്രാർത്ഥന വേറെ, സമർപ്പണ പ്രാർത്ഥന വേറെ ആയിട്ടല്ല. എല്ലാ യാചനാ പ്രാർത്ഥനകളിലും ഈ സമർപ്പണ പ്രാർത്ഥനയുടെ കണ്ടന്റ് ഉണ്ടാകണം. ഇപ്പം നിങ്ങൾ ജർമ്മൻ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപ്പോൾ അത് എങ്കിലും അപ്പോൾ നിങ്ങൾ ഉടനെ അതിൻ്റെ അകത്ത് കണ്ടന്റ് വെക്കണം. എന്താ കാര്യം? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അതാണ് സംഭവം. ഈശോയുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പ്രാർത്ഥനയായത് കാരണം സത്യസന്ധമായ ദൈവപൈതലാണെങ്കിൽ യാചനാപ്രാർത്ഥനകത്ത് ബിൽറ്റിൻ്റെ സിസ്റ്റമാക്കും. എന്താണ്? ആ സിസ്റ്റത്തിനകത്തുള്ള ഒരു അവിഭാജ്യ ഘടകമായിട്ട് തന്നെ എന്ത് വരും? സമർപ്പണ പ്രാർത്ഥന വരും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം എങ്കിലും അത് കർത്താവിൻ്റെ യാചനാ പ്രാർത്ഥന അതുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥന ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയും, കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ പ്രാർത്ഥനയ്ക്കുണ്ട്, പിതാവിന് അതിൻ്റെ അകത്ത് വലിയ പിടിപാടില്ലെന്ന് പറയും. പിതാവിന് പിടിപാടില്ലാത്ത ഒരു സംഭവം. പിതാവിൻ്റെ ഒരു മെയിൻ പരിപാടി എന്താ? ബൈബിളിൽ എൻ്റെ ആകർഷണമാണ്, അല്ലേ? എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. യോഹന്നാൻ 6:44. യോഹന്നാൻ 6:44. എന്നെ അയച്ച പിതാവ്
ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ, അതായത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ വേറെ ഒരു വചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വചനം നമ്മൾ വായിക്കും, ഞാൻ ആദ്യം എന്താ പറഞ്ഞത്, ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ വേറെ വചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ എക്കോ വേർഡാണ്. ഇപ്പം എന്താ പറയണത്, എൻ്റെ 6:42 എന്താ പറയണത്, പറഞ്ഞ് യോഹന്നാൻ 6:44 അല്ലേ, എന്താ പറയണത്, എൻ്റെ പിതാവിനാൽ ആകർഷിച്ചല്ലാതെ ഒരുവനും എൻ്റെ അടുത്ത് വരിക സാധ്യമല്ല. ഒരുവനും എന്ന് വെച്ചാൽ ഒന്നിനും കൂടി അർത്ഥമുണ്ട് എൻ്റെ അടുത്ത്. ഒന്നിനും പ്രാർത്ഥന പോലും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം, ദൈവത്തിൻ്റെ ആകർഷണം വേണം. യു ഗോട്ട് ദ പോയിന്റ്. പീഡിയ 6:44 എന്താ യോഹന്നാൻ, എൻ്റെ പിതാവിനാൽ പറഞ്ഞേ, ആകർഷിച്ചല്ലാതെ ഒരുവനും എൻ്റെ അടുത്ത് വരിക സാധ്യമല്ലതാ. ഒരുവനും എന്ന് വെച്ചാൽ അതുപോലെ തന്നെ പ്രാർത്ഥന പോലും പിതാവിൻ്റെ അടുക്ക് ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം, പിതാവിൻ്റെ ഒരു ആകർഷണം വേണം. ആകർഷണം വേണമെന്ന് ആ ബാഗിനിട്ട് നമ്മളെ വഴക്ക് അടുപ്പിക്കണം. അതിൻ്റെ അകത്ത് എന്താ കാര്യം, അതെന്താണ്, അത് കർത്താവ് ആ പിതാവിൻ്റെ അടുത്തേക്ക് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ കണ്ടൻറ്റ് വൈസ് റിച്ചാണത്. എന്താണ്, കർത്താവ് കറക്റ്റ് കണ്ടൻറ്റ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രാർത്ഥനയാണ്. എന്താണ്, സാധ്യമെങ്കിൽ പിതാവ് ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, കണ്ടൻറ്റ് ചേർത്തിട്ടുണ്ട്, പിതാവ് ആകർഷിക്കുന്ന കണ്ടൻറ്റ് ചേർത്തിട്ടുണ്ട്. എന്താണത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ ദൈവ പൈതലാണെങ്കിൽ കസ്റ്റമൈസ് എന്ന് പറയും, കസ്റ്റമൈസ് പ്രെയർ. ഇപ്പം നിങ്ങൾ പ്രെയർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ എന്ന് പറയത്തില്ലേ, കുർബാനയിലൊക്കെ ഉണ്ട് പ്രെയർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ, വിശ്വാസികളുടെ പ്രാർത്ഥന. പക്ഷെ പല വിശ്വാസികളുടെ പ്രാർത്ഥനയും പ്രെയർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ അല്ല, കസ്റ്റമൈസ് പ്രെയറാണ്. കസ്റ്റമർ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് കസ്റ്റമറായി, നമ്മൾ കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുന്ന ആൾക്കാരല്ലേ, കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുന്നവർ എന്താ പറയണത്, കസ്റ്റമർ എന്നാണ് പറയണത്, ഉപഭോക്താവ്. പല വിശ്വാസിയുടെ പ്രാർത്ഥനയും ഉപഭോക്താക്കളുടെ പ്രാർത്ഥനയാണ്. എല്ലാം പിടികിട്ടണോണ്ടാ. നമ്മുടെ പ്രാർത്ഥനയുടെ ഡിസൈൻ പരിശോധിച്ചാൽ അത് ഫെയ്ത്ത്ഫുള്ളിൻ്റെ പ്രാർത്ഥനയല്ല, വിശ്വാസിയുടെ പ്രാർത്ഥനയല്ല, ഉപഭോക്താവിൻ്റെ പ്രാർത്ഥനയാണ്. ഇതൊരു ഡേഞ്ചറസ് ട്രൂത്താണ്, ദുരന്ത സത്യം. എന്താണ് അപകടകരമായ സത്യം? പല വിശ്വാസികളുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവ് എന്താ ഇപ്പോൾ പറയണത്, അത് കസ്റ്റമൈസ് പ്രെയർ ആണെന്ന്, ഉപഭോക്താവിൻ്റെ പ്രാർത്ഥന. വസ്തു വിറ്റിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനല്ലേ, ബ്യൂട്ടി പാർലർ നടത്തി കട ലാഭം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാനല്ലേ. ഇതൊന്നും വേണ്ടെന്നല്ല, ഇതൊന്നും വേണ്ടെന്നല്ലെന്ന് ഈശോ ആദ്യമേ പറയുന്നുണ്ട്. എന്ത് രസമാണെന്ന് ഈശോ, ഇതൊന്നും വേണ്ടെന്നല്ല. പിന്നെ എന്താണ്, പ്രയോറിറ്റി ചേഞ്ച് ചെയ്യണമെന്നാണ് പറയണതെന്ന്. കർത്താവ് എന്താ പറയണത്, ഇതൊന്നും വേണ്ടെന്നല്ല. നിങ്ങളുടെ മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണം, നിങ്ങളുടെ മക്കൾ 1ാം ക്ലാസ് ഇൻ്റർനാഷണൽ ലെവലിൽ ഉയർന്ന ഉദ്യോഗം ഉണ്ടാകണം, ദാറ്റ്സ് ഓക്കെ. ഇതൊന്നും വേണ്ടെന്നല്ല, ഇതൊന്നും വേണ്ടെന്നല്ല. പിന്നെ എന്താണ്, ആദ്യം നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന്, അതായത് ഇതൊന്നും വേണ്ടെന്നല്ല. പക്ഷേ നിങ്ങൾ ഓർക്കുകയെ ആത്മീയത തലക്കടിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ടെന്നല്ല, അങ്ങനെയല്ല, ഇതൊന്നും വേണ്ടെന്നല്ല എന്നല്ല പറഞ്ഞിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. വീട്, ജോലി, വിവാഹം, വാഹനം, മാന്യമായ ജീവിതം, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് ഈശോ പറഞ്ഞത്. മത്തായി 6:32-33 നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. പിതാവ് പിച്ചാലിൽ നിന്ന് മാറുന്നില്ല. കണ്ടോ, നോക്കിയ പ്രാർത്ഥന വന്നു കഴിഞ്ഞാൽ പിതാവ് പിച്ചാലിൽ നിന്ന് മാറത്തില്ല. പിന്നെ പിതാവ് വന്നിരിക്കണേ. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്നതെന്ന് സാക്ഷ്യം പറയുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ആ തിരുക്കുമാരനും ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. എൻ്റെ പേര് ജെയിനി, ഞാൻ ഓസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ നിയോഗം വെച്ചിരുന്നത്, എനിക്ക് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 5 വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ മരുന്ന് കഴിക്കുന്നതല്ലാതെ അതിൻ്റെ ഡോസ് മാറ്റി മാറ്റി തരുന്നതല്ലാതെ അസുഖത്തിനോ അല്ലെങ്കിൽ അത് നോർമൽ ആകുന്ന അവസ്ഥയല്ലായിരുന്നു. അത് ഒരു TSH എന്ന് പറയുന്നാൽ അത് മാത്രം, അതായത് അതെപ്പോഴും ആ
നോർമൽ ആവാതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഉടമ്പടിയിൽ ആ നിയോഗം വെച്ചു. അതിൻ്റെ തൊട്ട് മുമ്പുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇത് നോർമൽ ആകുന്നില്ല, കാരണം 5 years ആയിട്ട് കണ്ടിന്യൂസ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും കുറഞ്ഞില്ലെങ്കിൽ ഒന്നുകിൽ സർജറി ചെയ്ത് അത് റിമൂവ് ചെയ്യേണ്ടി വരും, കാരണം ആ മെഡിസിൻ അങ്ങനെ കണ്ടിന്യൂസ് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല എന്ന്. അപ്പോൾ ഞാൻ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത മാസം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് നോർമലായി. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു, കാരണം അതെനിക്ക് വലിയൊരു ത്രെട്ടായിട്ടാണ് മനസ്സിൽ കിടന്നുകൊണ്ടിരുന്നത്. കാരണം സർജറി എന്നൊക്കെ പറയുന്നത് തൈറോയിഡൊക്കെ ഇച്ചിരി കോംപ്ലിക്കേഷനാണ്. അപ്പം എനിക്ക് ആ സർജറി, ഇപ്പം ഞാൻ വിശ്വസിച്ചിരുന്നത് എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞാൻ എന്ത് യാചിച്ചാലും അത് കിട്ടുമെന്നുള്ള പരിപൂർണ ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോർമലായി. പിന്നെ എനിക്കൊരു 2-3 months കൂടെ ആ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വന്നുള്ളൂ. ഇപ്പോൾ ഞാൻ കഴിക്കുന്നേ ഇല്ല. ഏകദേശം ഒരു 6 month ആയിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും പറഞ്ഞത് ഇനി അത് കഴിക്കേണ്ട ആവശ്യമില്ലെന്നാണ്. അപ്പം അത് വലിയൊരു മിറാക്കിളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ നെറ്റിലൊക്കെ നോക്കിയാൽ അറിയാം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് ഒരു ക്യൂറായിട്ടുള്ളൊരു ഡിസീസ് ഒന്നും അല്ല. അത് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പ്രതിവിധി എന്ന് പറയുന്നത് ഇത് റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. പിന്നെയുള്ളൊരു ടെസ്റ്റ് മണി പറയാനായിട്ടുള്ളത്, ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് വീട് വാങ്ങിക്കുന്ന കാര്യങ്ങൾക്കായിരുന്നു. അപ്പോൾ വീട് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറി അനുസരിച്ചും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ടുമൊക്കെ പല റേഞ്ചിലുള്ള വീടുകളാണ്. അപ്പോൾ ഒത്തു കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ഞങ്ങൾ കുറേ നോക്കിയിട്ട് ഞങ്ങളുടെ വീട് ഒന്നും ശരിയാകുന്നില്ലായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഡയറിയിൽ എഴുതിയിട്ടു, ഈ ഒരു റേഞ്ചിലുള്ള പ്രൈസ് തൊട്ട് ഈ ഒരു റേഞ്ചിലുള്ള വീട് തന്നെ എനിക്ക് വേണം മാതാവേ എന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങൾക്ക് കിട്ടിയ വീട് ഞാൻ ഏതാണോ പറഞ്ഞിരുന്നത്, കാരണം ഒരുപാട് പൈസ മുടക്കി അത് നല്ലൊരു കാര്യമല്ല എന്നുള്ളത്, ഒരു ആഡംബരം കാണിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ആ റേഞ്ചിൽ തന്നെ ഞാൻ ഏതാണോ റിക്വസ്റ്റ് ചെയ്തത് പരിശുദ്ധ അമ്മ അതിൽ തന്നെ എനിക്ക് ആ വീട് തന്നു. അതും 13 എന്നുള്ള നമ്പറായിരുന്നു. അപ്പോൾ 13 എന്നുള്ള നമ്പർ എന്ന് പറയുന്നത് അതിന് പൊതുവേ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ആണുള്ളത്. പക്ഷേ ഞാൻ പരിശുദ്ധ അമ്മയുടെ ഇത് യൂട്യൂബിൽ കണ്ടത് 13 എന്ന് പറയുന്ന നമ്പർ പരിശുദ്ധ അമ്മയുടെ നമ്പറാണ്. കാരണം ഫാത്തിമയിലും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് എല്ലാ 13-ാം തീയതിയാണ്. അപ്പം 13 എന്നുള്ള ഒരു നമ്പറിനുണ്ടായിരുന്ന ഒരു ബാഡ് ലക്ക്, അത് അങ്ങനെ ഒരു ദൈവത്തിൻ്റെ മുന്നിൽ ഒന്നിനും ഒന്നുമില്ല. കാരണം യേശു എന്ന് പറയുന്ന നാമത്തിൻ്റെ മുന്നിൽ അതായത് എല്ലാ ബന്ധനങ്ങളും ഓൾറെഡി അഴിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വെറുതെയുള്ള അന്ധവിശ്വാസങ്ങളാണ്. അപ്പോൾ ആ 13 എന്നുള്ള നമ്പറിന് ഒരു ദോഷവുമില്ല എന്ന് വരുത്തി തീർക്കാനാണ് പരിശുദ്ധ അമ്മയുടെ ഫാത്തിമയിലെ പ്രത്യക്ഷീകരണങ്ങളെല്ലാം ജൂലൈ മുതലുള്ള 13-ാം തീയതി മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ ദിനം നോക്കിയാലും 13 എന്ന് പറയുന്ന നമ്പറിലാണ് പരിശുദ്ധ അമ്മയുടെ, അതായത് എല്ലാ 13-ാം തീയതിയും പരിശുദ്ധ അമ്മയുടെ തന്നെ ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അത് പരിശുദ്ധ അമ്മ എനിക്കായി കൊണ്ടുവന്ന് തന്നതാണ്. ആ 13 എന്നുള്ള നമ്പറിലാണ് ഞങ്ങൾ ആ വീട് വാങ്ങിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോയി. പിന്നെ ഉള്ളത് പറയാനായിട്ടുള്ളത് എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ പറ്റിയാണ്. ഞാൻ പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തയാണ് ചെറുപ്പകാലം തൊട്ടേ. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ബോധ്യങ്ങൾ നമുക്കതിന് മുൻപുണ്ടായിരുന്ന ബോധ്യങ്ങളെ കഴിഞ്ഞും ഒരുപാട് വ്യത്യാസമാണ്. അതായത് പ്രത്യേകിച്ചും അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ചൈതന്യമുണ്ട് ആ ധ്യാനത്തിന്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ നല്ലൊരു കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ട വരപ്രസാദ അവസ്ഥയിലാണെങ്കിൽ ഉറപ്പായിട്ടും ഓരോ വചനത്തിനും നമ്മുടെ ഹൃദയത്തെ ചലിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ചൊവ്വാഴ്ചകളിലെ ധ്യാനം ഞാൻ കൂടുന്നത് മിക്കപ്പോഴും എനിക്ക് തിരക്കായിരിക്കും, ജോലി, പിള്ളേരെ നോട്ടം. അപ്പോൾ ഞാനത് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇത് ഓണാക്കി ഇടും. അപ്പോൾ കണ്ടിന്യൂസ് ഓണായി ഞാനത് കേൾക്കാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞത് എന്നെ സ്പർശിച്ചത് നിത്യജീവനാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു വചനമുണ്ട്, നിങ്ങളുടെ ഗൃഹകാര്യങ്ങൾ, ജോലി, വിവാഹം ഇതിനു വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ മാറ്റിവെക്കുക. എപ്പോഴും നിത്യജീവൻ, അതായത് ഈ പരിശുദ്ധ അമ്മ എന്തെല്ലാം നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നോ ഇതെല്ലാം നമ്മളെ നിത്യജീവനിലേക്കാണ് കൊണ്ടെത്തിക്കേണ്ടത്. അല്ലാതെ അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് നമ്മൾ പിന്നെ പ്രാർത്ഥിക്കാതെയൊന്നും ഇരിക്കരുത്. അപ്പം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും, നമ്മൾ ഈ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നു, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, കുമ്പസാരിക്കുന്നു, പരിശുദ്ധ കുർബാന, കൗദാശി ജീവിതത്തിൽ നമ്മൾ നിലനിൽക്കുന്നു, ഇതെല്ലാം നിത്യജീവനിലേക്കാണ്. അപ്പോൾ കർത്താവിൻ്റെ 2ാം വരവിന് വേണ്ടി നമ്മളെ ഒരുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കൃപാസനം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പം നിത്യജീവൻ എന്നുള്ളത് ഒരു പോയിൻ്റാണ്. പിന്നെ വന്നത് കുമ്പസാരം. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് മുറിപ്പെടുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ വ്യത്യാസം. അതായത് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് എനിക്ക് ലഭിക്കുന്ന വിടുതലും സൗഖ്യവും. ഇപ്പോൾ എനിക്ക് ആരെന്ത് പറഞ്ഞാലും അതെൻ്റെ ഹൃദയത്തെ തൊടാറുമില്ല, വേദനിപ്പിക്കാറുമില്ല. കാരണം അച്ഛൻ പറഞ്ഞതുപോലെ ദൈവസ്നേഹം ഉള്ളിൽ വന്ന് നിറയുമ്പോൾ പിന്നെ മറ്റൊന്നിനും നമുക്ക് പ്രാധാന്യമില്ല. ആരെന്ത് പറഞ്ഞാലും ആര് നിന്നെ വേദനിപ്പിക്കാൻ നോക്കിയാലും കർത്താവ് നിൻ്റെ കൂടെ കട്ടയ്ക്ക് ഉണ്ടെന്നുള്ള ഒരു ബോധ്യം നിനക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ മറ്റെല്ലാം നിനക്ക് ഒന്നുമല്ലാതായി തീരും. അതായത് ദൈവസ്നേഹം. അപ്പോൾ ഉടമ്പടിയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, കർത്താവെ ദൈവസ്നേഹം എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ നിയോഗങ്ങളൊന്നും കർത്താവിനോട് പറയാറില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കും എൻ്റെ ഭർത്താവിനും ഈ 2 കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്ക് നിത്യജീവൻ തരണമേ എന്ന് മാത്രമാണ്. ഞങ്ങളുടെ ആത്മാക്കൾ ഒരിക്കലും കൈവിട്ട് പോകരുത് എന്നാണ്. പക്ഷേ ഇങ്ങനെ ഒരു നിയോഗം പറയാതെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതമാണേലും ജോലിയുടെ കാര്യങ്ങളാണേലും പിള്ളേരുടെ കാര്യങ്ങളാണേലും ഇതൊക്കെ വളരെ സ്മൂത്തായിട്ടാണ് നടന്നു പോകുന്നത്. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. അതാണ് ഞാൻ സത്യം പറഞ്ഞ ഉടമ്പടിയിലൂടെ എടുത്തേക്കുന്നത്. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ 2 പേരും ഫുൾ ടൈം വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ സമയമില്ല ഇങ്ങനെ രോഗികളെ കാണാനോ. ഞാൻ നേഴ്സാണ്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇടപെടുന്ന രോഗികൾക്കൊക്കെ ഞാൻ കർത്താവിനെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവിടെ വരുന്നത് ഇംഗ്ലീഷുകാരാണ്. അപ്പോൾ അവർക്ക് അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരു രോഗിനെ കയ്യിലേക്ക് കിട്ടുമ്പോഴത്തേക്കും ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ നിൻ്റെ സ്നേഹം ഇവരിൽ നിറയണമേ, ഇവരുടെ ആത്മാക്കളെ നിനക്ക് രക്ഷിക്കാൻ സാധിക്കണേ. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, മറ്റുള്ളവർ നിങ്ങളോട് നന്നായിട്ട് പെരുമാറാൻ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത്, അവരെ ദൈവത്തിന് വീണ്ടെടുക്കാൻ കഴിയണമെന്ന് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവുള്ളൂ. കാരണം ദൈവം അവരെ വീണ്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ മാറും. അപ്പോൾ ഞാൻ എല്ലാവരോടും രോഗികൾക്ക് വേണ്ടിയാണേലും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഏത് രോഗി വന്നാലും അവർ എത്ര ഇതായിട്ട് വന്നാലും ഞാൻ എടുക്കുന്ന മിക്ക പേഷ്യൻസും എന്നോട് വളരെ സ്നേഹത്തോടെയാണ് അവിടുത്തെ ഇംഗ്ലീഷുകാരൊക്കെ സംസാരിക്കാറുള്ളത്. അപ്പോൾ അവിടെ ഉള്ളവർക്ക് തന്നെ അത്ഭുതമാണ് ചില സമയത്ത്. അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങൾക്കറിയാം ഇംഗ്ലീഷുകാരാണ്. അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ചും ഓസ്ട്രേലിയയാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് നമ്മുടെ ആൾക്കാരെ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ നമ്മളോട് ആദ്യം ചെല്ലുമ്പോഴൊക്കെ ഒരു ഇതാണ്, അവർക്ക് അത്ര നമ്മളോട് ഫ്രണ്ട്ലി ഒന്നും ആവത്തില്ല. പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം, അതായത് നമ്മൾ തിന്മയെ തിന്മ കൊണ്ട് നേരിടാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല, തിന്മയെ നന്മ കൊണ്ട് നേരിടണമെന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. നമ്മളോട് ആരെങ്കിലും എന്തേലും മോശമായിട്ട് സംസാരിച്ചാൽ പോലും ഞാനത് മനസ്സിൽ വെക്കാറില്ല. അവരോട് പിറ്റേ ദിവസം കാണുമ്പം അങ്ങോട്ട് ചെന്ന് ഞാൻ വർത്താനം പറയും. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഇടപെടൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ട്. അപ്പോൾ നമ്മൾ സുവിശേഷം അനുസരിച്ച് ജീവിക്കുക. എവിടെ പോയാലും നമ്മൾ കർത്താവിനെ കൊടുക്കുക, സുവിശേഷത്തിനനുസൃതമായിട്ടുള്ള ജീവിതം നയിക്കുക. അപ്പോൾ ഇതിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരുണ്യപ്രവർത്തികൾ ചെയ്യാറുള്ളത് ഞാൻ അനാഥാലയങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് പോകാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ ദശാംശം അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ഈവൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരക്കാണെങ്കിൽ പോലും ഞാൻ ടയേർഡാണെങ്കിലും ഞാൻ പിള്ളേരെയും ഹസ്ബൻഡിനെയും കൂട്ടി മിക്ക ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ട്. അതിപ്പം അവിടെ നിങ്ങൾക്കറിയാം ഓസ്ട്രേലിയയാണ്, അതുകൊണ്ട് നമ്മുടെ മലയാളം കുർബാനയുണ്ട് എല്ലാ ദിവസവും. പക്ഷേ ഈ പറയുന്നത് പോലുള്ള വിശ്വാസം വളരെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നും മലയാളം കുർബാനയുണ്ടെങ്കിൽ പോലും കുർബാനയ്ക്ക് വരുന്നത് 2-3 പേരൊക്കെ ആയിരിക്കും. പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലും ഓഫുള്ള ദിവസങ്ങളിലും എല്ലാം ഞാൻ ഓടി കുർബാനയ്ക്ക് പോകാറുണ്ട്. പിന്നെ കുമ്പസാരം മുടക്കാറില്ല. ശരിക്കും ഞാൻ പറയുന്നത് കുമ്പസാരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു വരപ്രസാദമാണ്. കുമ്പസാരം നമ്മൾ എങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു അത്രത്തോളം കൃപകൾ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ മുറിവുകൾ കൂടും, വേദനകൾ കൂടും, പാപഭാരം കൂടും. ഇതൊന്നും നമ്മളെ വിട്ടു പോവില്ല. അപ്പോൾ പരിശുദ്ധ കുർബാന, കുമ്പസാരം, പിന്നെ ജപമാല. ഞാൻ കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. എത്ര ടയേർഡാണെങ്കിലും എത്ര താമസിച്ചാണ് ബെഡിലേക്ക് പോകുന്നെങ്കിലും എല്ലാവരെയും കൂട്ടി, അത് കുഞ്ഞു പിള്ളേരാണ് എൻ്റെ, അവരെയും കൂട്ടി ഞാൻ ജപമാല ചൊല്ലും. അപ്പോൾ ആ പിള്ളേരെയൊക്കെ മുട്ട നിർത്തിയാണ് ജപമാല ചൊല്ലിക്കുന്നത് വീട്ടിൽ. അപ്പോൾ അങ്ങനെ എന്നാ പറയുന്ന ഉടമ്പടി എടുത്തതിന് ശേഷം സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതം കുറച്ചുകൂടെ ക്രമീകരിക്കുവാൻ, സുവിശേഷത്തിനനുസൃതമായി ക്രമീകരിക്കുവാൻ, എന്ത് ചെയ്താലും യേശുവിൻ്റെ നാമത്തിൽ യേശുവിന് മഹത്വം ഉണ്ടാകട്ടെ എന്നുള്ള ഇതിൽ ചെയ്യാൻ ഞാൻ പഠിച്ചത് ഉടമ്പടിക്ക് ശേഷമാണ്. അപ്പോൾ ഇത്രയും
ബോധ്യവും ദൈവാനുഗ്രഹവും എല്ലാം എനിക്ക് ലഭിച്ചത് ഈ കൃപാസനത്തിലെ ഉടമ്പടി വഴിയാണ്. ഞാൻ ഇപ്രാവശ്യം വന്ന് നേരിട്ട് വന്ന് ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. ഇത്രയും നാളും ഓൺലൈൻ ഉടമ്പടിയായിരുന്നു. പക്ഷേ ഉടമ്പടിയുടെ എല്ലാ വ്യവസ്ഥകളും ഞാൻ പാലിക്കുമായിരുന്നു. 5:30 എണീറ്റ് പ്രാർത്ഥന ചൊല്ലുകയും എല്ലാ കാര്യങ്ങളും അതുപോലെ പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വചനം വായിക്കാനും ഒക്കെ ഞാൻ എത്ര തിരക്കാണെങ്കിലും അതിനെല്ലാം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ നിയോഗങ്ങളെയൊക്കെ വിട്ടുകളയുക. പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ചേർന്ന് ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അമ്മ മാതാവ് ഇവിടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ എന്നോട് സാക്ഷിയാക്കി മാറ്റിയതിന് ആദ്യം ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് വിൽസി ജോസ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 6/6/22 അതിന് മുന്നേ 2 വട്ടം ഞാൻ വന്നു. ഞാൻ ഉടമ്പടി എടുക്കാതെ പോയി. എനിക്ക് വയറുവേദനയെ തുടർന്ന് യൂട്രസ് സ്കാൻ ചെയ്തപ്പോൾ ഓവറിയിലൊരു തടിപ്പും 2 കിഡ്നിയിൽ നിറച്ച് കല്ലുകളായിരുന്നു. കിഡ്നിയിലെ കല്ലിൻ്റെ സ്റ്റോൺ മാറാൻ വേണ്ടി ഗുളിക എഴുതിയെന്നുണ്ടായിരുന്നു. ഒരു ഗുളിക കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇടിപ്പും ഇതൊക്കെയായി ഭയങ്കര അസ്വസ്ഥതയായപ്പോൾ ഞാൻ ആ ഗുളിക നിർത്തി. പിന്നെ ഞാൻ പിറ്റേ ദിവസം തൊട്ട് 1 വർഷത്തിനോളം അധികമായി ഞാൻ രാവിലെ എൻ്റെ പല്ല് തേച്ച് കഴിഞ്ഞാൽ ഞാൻ മാതാവിൻ്റെ ഉപ്പ് പ്രാർത്ഥിച്ച് ഞാനിവിടെ നുള്ളു കഴിക്കും. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ മാസം സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിലെ ഫൈബ്രോയിഡുകൾ കുറഞ്ഞു. 2 കിഡ്നിയിലെയും കല്ലുകൾ കാണാനില്ല, ഓവറിയിലെ തടിപ്പ് കാണാനില്ല. അത് പിന്നെ എൻ്റെ ഇത്രയും വലിയ അനുഗ്രഹത്തിൻ്റെ മാതാവിന് ഞാൻ എന്നും അടിമപ്പെട്ടിരിക്കുന്നു. പിന്നെ എൻ്റെ മകൻ്റെ ഭാര്യയാണിത്. 2ാമത്തെ കുഞ്ഞിന് വേണ്ടിയാണ് സാക്ഷ്യം. 2ാമത്തെ കുഞ്ഞിന് 5 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഒരു കിഡ്നിയിൽ നീർക്കെട്ടാണ്. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രസവം കഴിഞ്ഞിട്ട് സ്കാൻ കഴിഞ്ഞിട്ട് ആ സ്കാനിങ് ചെയ്ത് കഴിയുമ്പോൾ അറിയാമല്ലോ നീർക്കെട്ടുണ്ടോയെന്ന്. അത് പോയിട്ടില്ലെങ്കിൽ സർജറി ചെയ്ത് നീക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ആ സ്കാനിങ് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് മാതാവിൻ്റെ നെഞ്ചരിച്ച് ഉപ്പ് കഴിക്കാറുണ്ട്, അവൾ തേൻ കഴിക്കാറുണ്ട്, തൈലം പരത്തി പ്രാർത്ഥിക്കാറുണ്ട്. പ്രസവം കഴിഞ്ഞു. ഉണ്ണീര് 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്കാനിങ്ങിന് കൊണ്ടുപോയി. സ്കാനിങ് റൂമിൽ കയറ്റിയപ്പോൾ ഞാനും കൂടെ കയറി. മാതാവിൻ്റെ ഉടമ്പടി ആ ലോക്കറ്റ് ഞാൻ എൻ്റെ കുഞ്ഞൊരു കൊന്തയും വീട്ടുണ്ടായിരുന്നു, ആ കൊന്തയും കൂടി കയറി. അവർ പറഞ്ഞു ഇതൊന്നും പറ്റില്ല എന്ന്. ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഉണ്ണീൻ്റെ കാലിൻ്റെ അടിയിൽ വെറുതെ വെക്കുള്ളൂ, ഞാൻ ഉണ്ണി ചെറുതായതുകൊണ്ട് 2 ദിവസമായതുകൊണ്ട് നമുക്കൊരാൾക്ക് പിടിക്കാൻ നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ ഈ ലോക്കറ്റുള്ള ഈ കൊന്ത ഞാൻ ഉണ്ണിയുടെ കാലിൻ്റെ അടിയിൽ വെറുതെ ഇങ്ങനെ പിടിച്ച്, മാതാവേ ഈ കുഞ്ഞുകുട്ടിക്ക് ഒരു സർജറി നീ വരുത്തല്ലേ, അമ്മയോട് പ്രാർത്ഥിച്ചത് ഇന്നോളെ എനിക്ക് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ചു. നല്ലൊരു സുഗന്ധം ഉണ്ടായിരുന്നു എനിക്കപ്പോൾ. അത് കഴിഞ്ഞ് സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കണമെന്ന് പറഞ്ഞു. അത് 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം എൻ്റെ ആങ്ങളയുടെ മകളാണ്. അവൾക്ക് ആദ്യം ശ്വാസം മുട്ട് വരാറുണ്ട്. ശ്വാസം മുട്ട് വന്നൊരു ദിവസം പാതിരയായപ്പോൾ ആങ്ങളെ വിളിച്ചു. അവൾക്ക് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോയി, വേഗം വന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അതിനവൻ എന്നെ വിളിച്ചിട്ട് ഞാൻ ഓട്ടത്തിൽ ഞാൻ മാതാവിൻ്റെ ഈ തൈലെടുത്ത് കൈ പിടിച്ചു, അതും കൊണ്ട് ഓടി. അങ്ങനെ ചെല്ലിന് കയറ്റുമ്പോൾ അവളെ ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ICUവിൽ കയറ്റി. എനിക്കറിയില്ലായിരുന്നു ഇത്രയും ക്രിട്ടിക്കലാണെന്ന് എനിക്കറിയില്ല. അവൾ വർത്താനമൊക്കെ പറയുന്നുണ്ട്, എന്നാലും ഭയങ്കര വലിയായിരുന്നു. പക്ഷേ ICUവിൽ കയറ്റിയിട്ട് ഞങ്ങൾ പുറത്തിറക്കുമ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലൊക്കെ അവിടെ ഇവിടെയൊക്കെ പേടിയുണ്ടായിരുന്നു. മാതാവേ നീ ഒന്നും വരുത്തല്ലേട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നേരം വെളുത്തപ്പോൾ അവൾക്ക് കുറവായി. അവൾ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് മാതാവ് നിൽക്കണ പോലെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. അതിനൊരു കുഴപ്പമില്ല. പിറ്റേ ദിവസം വന്ന ഡോക്ടർമാരും സിസ്റ്റർമാരാണ് പറഞ്ഞത് ഈ കുട്ടി നല്ല ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇവിടെ വന്നത്, എങ്ങനെയോ അവൾ ഇങ്ങനെ കാണാൻ പറ്റിയത് ഭാഗ്യമെന്ന് പറഞ്ഞു. ഇത്രയും നൽകിയ മാതാവിന് കോടാനുകോടി നന്ദി. ഞാനിത് ഇന്നത്തെ 8ാമത്തെ ഉടമ്പടിയാണ് പുതുക്കണത്. 5 ഉടമ്പടി പുതുക്കി 6ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എനിക്കൊരു ചെറിയ ജോലി. ഈ ഉടമ്പടി ക്ലാസ്സിന് ഞാൻ ഇരുന്നപ്പോൾ അച്ഛൻ്റെ ഒരു ടോക്ക് കേട്ടു. 3-4 വട്ടം നമ്മൾ ഉടമ്പടി പുതുക്കിയിട്ട് നമുക്കൊന്നും മാതാവ് തന്നില്ലെങ്കിൽ അതൊരു പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും മാതാവ് നമ്മളെ ചിന്തിക്കണില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആ ഒരു ടോക്ക് എൻ്റെ ഉള്ളിൽ കൊണ്ടു. ഞാൻ ആൾക്കാർ മുന്നിൽ നിന്ന് കരയില്ല, എനിക്ക് നാണക്കേടാണ് അങ്ങനെ കരയാൻ. പക്ഷെ ഞാൻ അറിയാണ്ട് കരഞ്ഞു പോകും. പക്ഷെ ഞാൻ അന്ന് ഇവിടെ വന്നിരുന്ന് എൻ്റെ നിയോഗങ്ങൾ എഴുതി മാതാവിൻ്റെ പെട്ടിയിൽ സമർപ്പിക്കാൻ വന്നപ്പോൾ ആൾക്കാരുണ്ടോയെന്നൊന്നും ഞാൻ നോക്കിയില്ല. മാതാവേ നീ എന്നെ ഒരു പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും കൽപ്പിക്കണില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഓളിയിട്ട് കരഞ്ഞ് മാതാവിൻ്റെ അടുത്ത് ഞാൻ അപേക്ഷ സമർപ്പിച്ച് ഇവിടെ മുന്നിൽ ഇരുന്ന് വഴിക്ക് എൻ്റെ മോള് പറഞ്ഞു, അമ്മ സ്കൂളിൽ ഞാൻ ഒരു അപേക്ഷ വെച്ചിട്ട് 1 വർഷമായി ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് അവിടെ നിന്ന് അവിടുത്തെ ടീച്ചർ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു.
ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു ജോലി ശരിയായിട്ട് നാളെ വന്ന് അവിടെ ഓഫീസിൽ വന്ന് പേര് കൊടുക്കാൻ പറഞ്ഞു. 2-ാം തീയതി ഞാനിവിടെ വന്ന് പുതുക്കി. 3-ാം തീയതി ഞാൻ അവിടെ പോയി. അച്ഛൻ അവിടെ ഒരു സ്കൂളിലാണ് ജോലി. അച്ഛനെ കണ്ടു, സംസാരിച്ച് 5-ാം തീയതി തൊട്ട് എനിക്ക് അവിടെ ജോലി കിട്ടി. ചെറിയ ജോലിയാണെങ്കിലും എൻ്റെ മാതാവ് എൻ്റെ ഒപ്പം ഉണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ അത്രയും കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് ഈ ജോലി കിട്ടിയത്. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ പത്രം വാങ്ങി കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ എനിക്ക് നാണാണ്, മറ്റുള്ളവർ മുന്നിൽ പത്രം കൊണ്ടുപോകുമ്പോൾ ഭയങ്കര നാണക്കേടായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചില്ലേ, പിന്നെ ഞാനെന്തിനു നാണിക്കണം. ഞാൻ പത്രം കൊടുക്കാറുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ അനാഥാലയത്തിലേക്ക് 2 വട്ടം പോയി. അത് പോയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അവിടെ കുറച്ച് എനിക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ കയ്യിലുള്ളതും മറ്റുള്ളവരോട് ഓരോന്ന് പറഞ്ഞ് അവരോട് ഷെയർ ചെയ്ത് ആ അനാഥാലയത്തിലെ വിശേഷങ്ങൾ പറഞ്ഞ് അവരും കാശ് പിരിച്ച് അവർക്ക് വസ്ത്രങ്ങളൊക്കെ വാങ്ങി കൊടുക്കാൻ സാധിച്ചു. എന്നാൽ പറ്റാവുന്ന പോലെ എൻ്റെ കഴിവിനൊത്ത് ഞാൻ സഹായിക്കുന്നുണ്ട്. ഇനിയും പരിശുദ്ധ അമ്മയുടെ കൂടെ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ആൻമരിയ. എനിക്ക് അമ്മായി എനിക്കെൻ്റെ തലയിൽ തൈലം വെച്ച് കുരിശ് വരയ്ക്കുമ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തായിട്ട് മാതാവ് എൻ്റെ സൈഡിൽ നിന്നിട്ട് എൻ്റെ തൊണ്ടയിൽ നിന്ന് എന്തോ എടുക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ തൊട്ട് എനിക്ക് ആസ്മയുടെ ഒരു കുഴപ്പവും വന്നിട്ടില്ല. എൻ്റെ ഈ രോഗസൗഖ്യം മാറ്റി തന്നതിന് എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു.